കുറേ നാളത്തെ മനസ്സിലെ പൂതിയായിരുന്നു ഒരു സുംബ ട്രെയിനിങ്ങിന് പോകണമെന്നുള്ളത്. ഇന്ന് ചെറിയ ലീവിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ട് അതിനുള്ള വലിയൊരു ഭാഗ്യം കിട്ടി. സുംബ നമുക്കറിയാം നല്ല എന്തൂസിയാസ്റ്റിക്കലി വളരെ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കൗട്ടാണ്. പ്രത്യേകിച്ച് അത് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു സുഖം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഏതായാലും ജിമ്മിൽ കുറച്ച് നാളായിട്ട് വരാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി വന്നതിന് അപ്പോഴറിഞ്ഞ് സുംബ ഉണ്ടെന്ന്. സുംബ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കണം. ഏതായാലും എൻ്റെ സുംബ തുടങ്ങാൻ 20 മിനിറ്റ് കൂടിയും ബാക്കിയുണ്ട്. ഓക്കെ, അതിന് വെള്ളം, പിന്നെ അത്യാവശ്യം കലോറി ബേൺ ചെയ്യാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇത് കഴിക്കുന്നതല്ല. ഞാൻ ഏതായാലും റോബസ്റ്റാണ് എടുത്തത്. റോബസ്റ്റ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. റോബസ്റ്റ് കുഴപ്പമില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ട പൊട്ടാസ്യം, ഇലക്ട്രോലൈറ്റ്സ് അല്ലേ, പെട്ടെന്ന് അപ്പം ഉപയോഗിക്കാനുള്ളൊരു എനർജി, ഷുഗർ ഇതിലൂടെ കിട്ടുകയും ചെയ്യും. സുംബ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിൾ എക്സസൈസുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനങ്ങൾ, എയറോബിക്സ് ഇതിലൊക്കെ അതുകൊണ്ട് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് പോകണം. നല്ല ടൈറ്റായിട്ടുള്ളത് ഇട്ടാത്ത നല്ലതൊക്കെ. ഞാനേതായാലും ഒരു പെർഫ്യൂമും എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ ചെയ്യാൻ നല്ല സ്വെറ്റിങ് വരുമല്ലോ, അപ്പോൾ ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ കുഴപ്പമൊന്നുമില്ല. സ്വെറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫെറോമോൺസ് എന്ന് പറയും, സ്നേഹത്തിൻ്റെ ഹോർമോണാണത്. അതൊരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് പറയുന്നത്. പിന്നെ സ്വെറ്റിലൂടെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. മുമ്പ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഈ വാട്ടർ ബോട്ടിൽ കൂടെ കരുതുക. അതിന് മുമ്പ് കുടിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെള്ളം കുടിക്കാമല്ലോ. ഇനി ബനാന തന്നെ കഴിക്കാനൊന്നും ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ കുറച്ച് നട്ട്സോ എന്തെങ്കിലുമൊക്കെ 1-2 മണിക്കൂർ സുംബ ചെയ്യുന്നതിന് മുമ്പ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ 20 മിനിറ്റ് മുമ്പാണ് കഴിക്കുന്നത്. ഒക്കെ വർക്കൗട്ട് ഇടുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനെ കുറിച്ച് ചിന്തിച്ച് ഒരുപാട് പേരിങ്ങനെ വല്ലാതെ അവലതിപ്പെടാറുണ്ട്. അതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഡാൻസ് അറിയില്ല എന്നുള്ളതൊന്നും വലിയ വിഷയമല്ല. അതിൻ്റെ റിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിൻ്റെ മൂവ്മെൻറ്റിലേക്ക് ചെയ്യുക, നമ്മുടെ ശരീരത്തിൽ ആ ഡാൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ ആസ്വദിക്കുക. മൂവ്മെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കംഫോർട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്ലോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സുംബയിൽ പഠിക്കുന്ന ലോ സ്റ്റെപ്പ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാമെന്ന് വിചാരിക്കേണ്ട. അത് വലിയ പതിയെ ചെയ്താൽ മതി. എൻജോയ് ചെയ്യുക. മനസ്സിലായില്ലേ? ഒരു ഡിസ്കോയിലൊക്കെ പോയിട്ട് ഡാൻസ് എൻജോയ് ചെയ്യില്ലേ, ആ രീതിയിൽ എൻജോയ് ചെയ്യുക. അതിൻ്റെ കൂടെ താളം പിടിക്കുക, അതിൻ്റെ കൂടെ നൃത്തം ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മളൊരു ടവൽ കരുതുന്നല്ല. നന്നായിട്ട് സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് വർക്കൗട്ട് പോകുമ്പോഴും ഒരു ടവൽ കരുതുന്നത്. പക്ഷേ എൻ്റെ പോലെ കാണാനില്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ രക്ഷയില്ല. പിന്നെ ഷൂ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ഷൂ കഴിക്കണം. ഞാനിത് ഏതായാലും ഷൂ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് എടുക്കാമെന്ന് വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, നല്ല കംഫോർട്ടബിളായ ഷൂവും സോക്സും ഒക്കെ ധരിച്ച് പോവാം. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ സുംബ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പായിട്ട് ഡാൻസ് ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. ഈ ഒരു ഗ്രൂപ്പ് എഫക്റ്റ് തന്നെ ഭയങ്കര സംഭവമാണ്. അത് എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും സൗഹൃദം പങ്കുവെക്കാനും അതിന് ശേഷം മുമ്പൊക്കെ ട്രെയിനറോടും മറ്റെല്ലാവരോടും നല്ല രീതിയിലുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്ത് വർക്കൗട്ടും പോലെ തന്നെ നമ്മളെ കംഫോർട്ട് ലെവലൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, അല്ലാണ്ട് വെറുതെ കയറി ചെറിയ കല്ലുമുട്ടിന് പ്രശ്നങ്ങളുണ്ട്, മറ്റു പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് കയറി ചാടി ചെയ്യരുത്.